സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ LDF പൂർണ്ണ ആത്മവിശ്വാസത്തിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങളിൽ നിന്ന് മികച്ച പിന്തുണയാണ് ലഭിച്ചത്. ഈ പിന്തുണ LDFന് ഒരു ചരിത്ര വിജയം സമ്മാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ പിണറായി പഞ്ചായത്തിലെ കാട്ടിലെ പീടിക ചേരിക്കൽ ജൂനിയർ ബേസിക് സ്കൂളിൽ കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരഞ്ഞെടുപ്പിൽ UDFും BJPയും സർക്കാരിനെതിരെ ആയുധമാക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിലും മുഖ്യമന്ത്രി ശക്തമായി പ്രതികരിച്ചു. ശബരിമലയുടെ കാര്യത്തിൽ നടക്കാൻ പാടില്ലാത്തത് നടന്നു എന്നത് വസ്തുതയാണ്. എന്നാൽ അതിൽ സർക്കാർ സ്വീകരിച്ചത് ഏറ്റവും കർശനമായ നിലപാടാണെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഇത്തരമൊരു സംഭവം നടന്നപ്പോൾ ഈ സർക്കാർ അല്ലായിരുന്നെങ്കിൽ ശക്തമായ നിലപാടുണ്ടാകില്ലെന്ന് വിശ്വാസികൾക്കടക്കം വ്യക്തമായിട്ടുണ്ട്. എന്നിട്ടും UDFും BJPയും ഈ വിഷയത്തെ രാഷ്ട്രീയമായി സർക്കാരിനെതിരായ ആയുധമാക്കാൻ ശ്രമിക്കുന്നത് വില പോവില്ലെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സത്യസന്ധവും ശക്തവുമായ നടപടി സ്വീകരിച്ചതിലൂടെ സർക്കാരിന് വിശ്വാസികളുടെ പിന്തുണ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷനും പാലക്കാട് MLAയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന ആരോപണങ്ങളിലും അതിരൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. രാഹുലിനെതിരായ രണ്ടാമത്തെ പരാതി KPCC അല്ലേ പോലീസിന് കൈമാറിയതെന്ന് മുഖ്യമന്ത്രി തിരിച്ചു ചോദിച്ചു. കൂടാതെ വിഷയത്തിൽ കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി മുന്നോട്ട് വരാൻ ഇരകൾക്ക് കഴിയാത്തതിന്റെ കാരണം ഗൗരവമായി പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇരയായവർ പ്രകടിപ്പിച്ച ആശങ്കകൾ നോക്കിയാൽ ഇത് മനസ്സിലാകും. നിങ്ങളെ കൊന്നു തള്ളുമെന്നാണ് ഭീഷണി. നിസ്സഹായരായവർ പുറത്തു പറയാൻ ഭയപ്പെടുകയാണ്. ജീവൻ അപകടത്തിലാകുമെന്ന് അവർ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ പുറത്തു വരുന്നതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങളും ഈ വിഷയത്തിൽ പുറത്തു വന്നേക്കാമെന്നും മുഖ്യമന്ത്രി സൂചന നൽകി. ലൈംഗിക വൈകൃത കുറ്റവാളികളെ വെൽ ഡ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ വന്നാൽ പൊതുസമൂഹം അത് അംഗീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ നേതൃത്വത്തിനെതിരെയുള്ള ശക്തമായ ഒളിയമ്പായിരുന്നു ഈ പ്രസ്താവന. നടിയെ ആക്രമിച്ച കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശ് നടത്തിയ ചില പ്രസ്താവനകളും മുഖ്യമന്ത്രി വിമർശിച്ചു. അടൂർ പ്രകാശ് പറഞ്ഞത് UDFന്റെ നിലപാടായിട്ടേ കാണാനാകൂ എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അതിജീവിതയ്ക്കൊപ്പമാണ് നാടും സർക്കാരും നിലകൊള്ളുന്നത്. അത് ശക്തമായി തുടരുകയും ചെയ്യുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന പ്രഖ്യാപനം വീണ്ടും മുഖ്യമന്ത്രി ആവർത്തിച്ചു. രാഷ്ട്രീയപരമായ ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയിലും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി LDF മികച്ച വിജയം നേടുമെന്ന ഉറച്ച വിശ്വാസമാണ് മുഖ്യമന്ത്രി പങ്കുവച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ കോൺഗ്രസിനും UDFനുമെതിരെ കടുത്ത രാഷ്ട്രീയ വിമർശനമാണ് ഉയർത്തുന്നത്. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ മുഖ്യമന്ത്രിയുടെ രൂക്ഷമായ പരാമർശങ്ങൾ വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കാനും സാധ്യതയുണ്ട്.